ഷാമിമോളുടെ വെറുതെ ഒരു തോന്നലിന് സ്നേഹയുടെ അടുത്ത് പോയി അരുണിന്റെ മൈത്രിയുടെയും കാര്യം പറഞ്ഞതല്ല. അതിന്റെ പുറകിൽ സാരംഗിന്റെ ബുദ്ധിയുണ്ട്. സാരംഗ് ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നു. പക്ഷെ എവിടെയോ ഒരു കണക്കുകൂട്ടൽ പിഴച്ചു. അനാമിക, ഇത് നമ്മുടെ സൗഹൃദ സംഭാഷണമാണ് രഞ്ജിത്ത്. സ്നേഹിക്കും അരുണിനുമിടയിൽ ഒരു കുഞ്ഞിന്റെ സാന്നിധ്യം ഒട്ടും പ്രതീക്ഷിച്ചതല്ല, പക്ഷെ സംഭവിച്ചു. അപ്പൊ നമ്മളതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഈ ദൈവത്തിന്റെ ഇടപെടൽ എന്നൊക്കെ പറയില്ലേ? എവിടെയോ എന്തൊക്കെയോ സംഭവിക്കുന്നു. ഞാൻ അതൊക്കെ കേൾക്കാനും മറുപടി പറയാനും നിൽക്കേണ്ട കാര്യമുണ്ടോ? ഉണ്ട്. ഇക്കാര്യത്തിൽ ഇനിയാണ് സാരംഗിനോടുള്ള ചോദ്യം. അരുണിന്റെ വിവാഹം കഴിഞ്ഞ പിന്നെ അരുണിനെ കുറിച്ച് സാരംഗ് സംശയിക്കുവോ? വിവാഹം കഴിഞ്ഞുകൊണ്ടെന്താ? വിവാഹം കഴിഞ്ഞ് ഒരുത്തിയല്ലേ ഇതൊക്കെ ചെയ്തു കൂട്ടുന്നത്. സാരംഗെ, കണ്ണടച്ച് ഇരുട്ടാക്കാൻ നോക്കരുത്. സത്യത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനൊരു കാര്യം പറഞ്ഞു പോയതിന്റെ പേരിൽ സാരംഗ് വിഷമിച്ചിട്ടുണ്ടോ? വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടോ? അനാമിക, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇതെന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല, എനിക്ക് ഉറപ്പുണ്ട്. രഞ്ജിത്തെ, ഇത് സാരംഗിന്റെ ഓഫീസല്ല. സാരംഗ് മുതലാളിയും രഞ്ജിത്ത് തൊഴിലാളിയുമാവുന്നത് അവിടെ എത്തുമ്പോഴല്ലേ. ഇവിടെ എന്റെ മുന്നിൽ എന്തിനാ? അനാമിക എന്താ ഉദ്ദേശിക്കുന്നത്? അത് പറഞ്ഞു തീർക്ക്. സാരംഗെ, ചില സാഹചര്യങ്ങളിൽ നമ്മളൊക്കെ ചെറിയ ചെറിയ തെറ്റുകൾ ചെയ്തു പോവാറുണ്ട്. ചിലത് തിരുത്താൻ അവസരം കിട്ടും, ചിലതിന് കിട്ടില്ല. പക്ഷെ സത്യത്തിൽ സാരംഗിന് തെറ്റ് തിരുത്താൻ കിട്ടിയൊരു അവസരമാണിത്. അരുണിന്റെ വിവാഹം നടക്കുന്നതോടെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യ്. മൈഥിലിയോടൊപ്പം നല്ല രീതിയിൽ ജീവിക്കാൻ നോക്ക്. അനാമികെ, നീയും രഞ്ജിത്തും ഒരുമിച്ച് ജീവിക്കുന്നുണ്ട്. ലോകത്തിലെ എല്ലാ ഭാര്യാഭർത്തൃ ബന്ധങ്ങളും അതുപോലെയാണെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ വീടിന്റെ അടുക്കളയല്ല എന്റെ വീടിന്റെ അടുക്കള. നിങ്ങളുടെ ബെഡ്റൂമിന്റെ സ്വഭാവമല്ല എന്റേതിൻ്റെത്. ആളുകൾ മാറുമ്പോൾ ബന്ധങ്ങളുടെ സ്വഭാവത്തിന് വ്യത്യാസം കാണും. അരുൺ സ്നേഹയെ വിവാഹം കഴിച്ചാൽ അവർക്കൊന്നല്ല 10 കുഞ്ഞുങ്ങൾ പറഞ്ഞാലും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. അതിവിടെ ആരും തിരുത്താനും പോകുന്നില്ല. ഇതിനെയാണ് ഭ്രാന്ത് എന്ന് പറയുന്നത്. അനാമിക, താനത് നിർത്തുന്നുണ്ടോ? സാരംഗ്, താൻ പൊയ്ക്കോളൂ. നമ്മൾ ഇവിടെ കണ്ടുമുട്ടിയത് തന്നെ തെറ്റാ. രഞ്ജിത്ത് എന്തിനാ സാരംഗിനെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര ബുദ്ധിമുട്ടുന്നേ? അയാൾക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടെങ്കിൽ അത് എന്നോട് പറയില്ലേ? ഇല്ലേ സാരംഗ്? തന്നോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഈ സംസാരം നിർത്താമെന്ന് തോന്നും. താൻ ഫ്രീ ആയിരിക്കും, പക്ഷെ ഞാനല്ല. അപ്പോ ഞാൻ ശത്രു ലിസ്റ്റിൽ തന്നെയാണല്ലേ? എന്റെ മനസ്സിലൊരു കണക്ക് പുസ്തകമുണ്ട്. അവിടെ ചില കണക്കുകൾക്കനുസരിച്ച് കോളം മാറിക്കൊണ്ടിരിക്കും. എന്ത് ചെയ്യാം? കണക്കുകൂട്ടലുകളില്ലാതെ ജീവിക്കാൻ പറ്റുമോ? ഈ പറയുന്നൊന്നും അയാൾക്ക് ഇഷ്ടമല്ലെന്ന് തനിക്ക് വ്യക്തമായിട്ട് അറിയാം. പിന്നെ എന്തിനാണോ താൻ ആവർത്തിക്കുന്നത്? രഞ്ജിത്തെ, ചില കാര്യങ്ങൾ തുടർച്ചയായിട്ട് പറഞ്ഞാലേ ചിലർക്കത് മനസ്സിലാവും. പറയുന്നവർ ക്ഷീണിക്കാൻ പാടില്ല. പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കണം. റിസൾട്ട് ഉണ്ടാവും. അത് ഇപ്പൊ തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കാതിരുന്നാ മതി. ശരി. ഇനി നമ്മൾ തിരിച്ചു പോകുന്നുണ്ടോ അതോ വേറെ വല്ല ഡിസ്കഷനും ഉണ്ടോ? നമുക്ക് പോവാം. പോകുന്ന വഴി സംസാരിക്കാലോ. തനിക്ക് ഈടെയായിട്ട് ഉപദേശം കുറച്ച് കൂടുന്നുണ്ട്. തെറ്റെന്നല്ല, പക്ഷേ പാത്രം അറിഞ്ഞ് വിളമ്പാനും പഠിക്കണം. സോറി മൈഥിലി, അവൾ ഇങ്ങനൊരു കാര്യം പറയുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ല. അങ്കിൾ, ഇത് സ്നേഹയുടെ ധിക്കാരമല്ലേ? ഞങ്ങൾക്ക് പിറക്കാൻ പോകുന്ന കുഞ്ഞിനെ വെച്ച് അവൾ വിലപേശുമല്ലേ? എന്റെ ബന്ധങ്ങൾക്ക് മാന്യത അംഗീകരിക്കാത്ത ഒരാള് എന്നെ അംഗീകരിക്കാത്ത പോലെ തന്നെയാണ്. അരുൺ, ഞാനൊന്ന് പറയട്ടെ. സ്നേഹ പറഞ്ഞതിലും കാര്യമുണ്ട്. നിങ്ങൾ തമ്മിലുള്ള സ്വകാര്യ ജീവിതത്തിൽ ഇന്നും ഇക്കാര്യം ഒരു വിലങ്ങുതടിയാവും. വഴിമാറി നടക്കണമെന്ന് സ്നേഹ പറഞ്ഞത് അവൾ അവളുടെ ജീവിതത്തിനോട് കാണിക്കുന്ന ന്യായമാണ്. സോ അരുൺ അതനുസരിക്കണം. അതിന് ഞാൻ ചാവണം മാം. നമുക്കിറങ്ങാം ഫാദർ. എടാ അരുൺ, എടുത്തു ചാടി അഭിപ്രായം പറയരുത്. ശരിക്കും ആലോചിക്ക. എന്തിനാ മാഡം? എല്ലാം തിരുത്തിയെന്ന് എന്നോട് പറഞ്ഞവളാ. എല്ലാ ചിന്തകളും മാറ്റിയെന്ന് എന്നോട് പറഞ്ഞവളാ. എന്നിട്ടിപ്പോ മുഹൂർത്ത സമയമായപ്പോ എല്ലാ രീതികളും അവിടെ മാറിയതുണ്ടോ? ഓനെ അരുൺ, ഞാൻ അവളോട് ഒന്നുകൂടി ഒന്ന് സംസാരിക്കട്ടെ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല അങ്കിൾ.
ഇവിടെ ഇരിക്കുന്ന നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വില അവള് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെ പറയുമായിരുന്നോ? മോളെ മൈഥിലി, ഇങ്ങനെ ഒരു കാര്യത്തിന് കൊണ്ടുവന്ന് നിന്നെ നാണം കെടുത്തി എന്നുള്ളതിൽ എനിക്ക് വിഷമമുണ്ട്. ഫാദർ, എന്റെ നാണക്കേട് വിട്ടോളൂ. ഇവരെ വേർപിരിയാൻ നമുക്ക് അനുവദിക്കാൻ പറ്റില്ല. അരുൺ, പോയി സ്നേഹയുമായി സംസാരിക്ക. ഇല്ല മാം. ഓക്കെ, എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി പോവാം. വാ, വരാൻ. അവൾ എന്നെ തോൽപ്പിച്ചു ഫാദർ. വേറൊന്നും വേണ്ട. ഇങ്ങനെ ഒരു നിർദ്ദേശം അവൾക്കുണ്ടായിരുന്നെങ്കിൽ നിങ്ങളിവിടെ വരുന്നതിന് മുമ്പ് അവൾക്ക് എന്നോട് പറയാമായിരുന്നു. താൻ സമാധാനമായിട്ടിരിക്കടോ, അവർ സംസാരിക്കട്ടെ. സ്നേഹ, ഞാൻ നിന്നെ കുറ്റം പറയില്ല. എന്നെ ഏറ്റവും കൂടുതൽ അടുത്തറിഞ്ഞു എന്ന് ഞാൻ വിശ്വസിച്ചിരുന്ന എന്റെ ഭർത്താവ് തെറ്റിദ്ധരിച്ചൊരു കാര്യമാണ്. അതിനിപ്പോ ഞാൻ എന്ത് ന്യായീകരണം പറഞ്ഞാലും നിനക്ക് തൃപ്തിയാവില്ല. സ്നേഹയും അരുണും പിരിയരുത്. സ്നേഹ പറഞ്ഞ ആവശ്യം ഞാൻ അംഗീകരിക്കാം. അരുണുമായി ഒരു കോണ്ടാക്റ്റും ഇല്ലാതെ ഞാൻ ശ്രദ്ധിച്ചോളാം. അത് മാം അല്ലല്ലോ പറയേണ്ടത്, അരുണല്ലേ. ഞാൻ എന്താ പറയേണ്ടതെന്ന്? ഞാൻ അമ്മയെ പോലെയും പെങ്ങളെ പോലെയും കാണുന്ന ഈ മൈഥിലി മാമിനെ ഇനി കാണില്ല, സംസാരിക്കില്ല എന്നൊക്കെ നിനക്ക് വാക്ക് തരണോ? എന്തിനാ സ്നേഹ നീ ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത്? മാതൃത്വത്തിന്റെ മഹനീതിയൊന്നും ഇപ്പോഴേ നീ കാണിച്ചു തുടങ്ങണ്ട. ബട്ട് അറ്റ്ലീസ്റ്റ് നിന്നെ ഇഷ്ടപ്പെട്ട എന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചക്കെങ്കിലും തയ്യാറായിക്കൂടെ? ഓക്കെ, ഞാനേ നിങ്ങളോട് രണ്ടുപേരോട് ഒരു കാര്യം ചോദിക്കട്ടെ. സാരംഗ് സാറിന് ഏതെങ്കിലും ഒരു സ്ത്രീയുമായിട്ട് കണക്ഷൻ ഉണ്ടെന്നറിഞ്ഞാ നിങ്ങൾ അതിന് പ്രതികരിച്ചു പോയില്ലേ? നിങ്ങൾ സാരംഗ് സാറിനോട് ആവശ്യപ്പെടുന്ന എന്തായിരിക്കും? അപവാദം ഉണ്ടായ ആ സ്ത്രീയുമായിട്ട് ഇനി ഒരു കണക്ഷനും പാടില്ലെന്നല്ലേ? അത്ര തന്നെയല്ലേ ഞാനും പറഞ്ഞുള്ളൂ. മറ്റുള്ളവർ ചിന്തിക്കുമ്പോ അത് ശരി, സ്നേഹ ചിന്തിക്കുമ്പോ അത് തെറ്റ്. അതെങ്ങനെയാ ശരിയാവുക? അരുൺ, ജീവിതത്തിൽ മൈഥിലി മാമില്ലാതെ അരുൺ ഒന്നും പറ്റില്ലേ? നാളെ ഇവരങ്ങ് ചത്തുപോയാല് അരുൺ കൂടെ ചാവോ? നിർത്തടി. ഇനി എന്തെങ്കിലും നിർവ്വകേടുകൾ നിന്റെ വായിന്ന് വന്നാ കണ്ടോ മാം, നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും പറയുമ്പോ എന്റെ കുഞ്ഞിന്റെ അച്ഛന്റെ ശൗര്യം കണ്ടോ? കാര്യം ശരിയാ. ഞാൻ ഇപ്പൊ നിൽക്കുന്നത് ഒരു അബദ്ധത്തില് എന്ന് കരുതി എന്നെ മണ്ടിയാക്കുന്നത് ഞാൻ സമ്മതിച്ചു തരില്ല. സ്നേഹ, പ്ലീസ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ്. സ്നേഹ എന്നെ വിശ്വസിക്കണമെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നില്ല. ബട്ട് ട്രസ്റ്റ് ഹിം. ഇവൻ ഈ ലോകത്ത് നിന്നെ മാത്രമേ ഒരു പെണ്ണെന്ന രീതിയിൽ സ്നേഹിച്ചിട്ടുള്ളൂ. എന്തായാലും മാമിനെ ഞാൻ സമ്മതിച്ചു. ഈ വിവാഹത്തിന് മുൻകൈ എടുത്ത് എന്റെ മുന്നിൽ വന്ന് നിൽക്കാനുള്ള ചങ്കൂറ്റം കാണിച്ചല്ലോ. അവസരങ്ങൾ ഉപയോഗിക്കുന്നതിന് ഡോക്ടർ മൈഥിലി മിടിക്കുകയാണെന്നതിന് ഇതിൽ കൂടുതൽ തെളിവെന്താ? എടി, നിന്നോട് നിർത്താനാ പറഞ്ഞത്. മാഡം ഇറങ്ങിക്കോ. ഓവൻ. സ്നേഹ, ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷ നിമിഷങ്ങൾ നിന്നോടൊപ്പം ആയിരിക്കണമെന്ന് ഏറ്റവും കൂടുതൽ തീരുമാനിച്ചുറപ്പിച്ചവനാ ഞാൻ. പക്ഷെ നിന്റെ ഈ വാശി അതെനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പൊ എനിക്ക് നിന്നോട് തോന്നുന്നു ഇഷ്ടമല്ല, ഉറപ്പാണ്. ഇനി നമ്മൾ തമ്മിൽ കാണില്ല. എന്നേക്കുമായിട്ട് നമുക്കങ്ങോട്ട് പിരിയാം. ഫാദർ, അരുണിന്റെ ലൈഫ് വെച്ചാ കളിക്കുന്നത്. ഇത് പറഞ്ഞ് മനസ്സിലാക്കാൻ ഫാദറിന് പറ്റിയില്ലെങ്കിൽ നാളെ ഇവനെ ദുഃഖിക്കേണ്ടി വരും. ഒരു പ്രണയബന്ധം പിരിയുന്ന പോലെയല്ല, കാര്യങ്ങൾ അതിനപ്പുറത്തേക്ക് എത്തിക്കഴിഞ്ഞു. എന്നിട്ടും ഇത്തരം വാശി കാണിക്കാന്ന് പറഞ്ഞ എന്റെ വാശി മാത്രമാണോ മാഡത്തിന്റെ പ്രശ്നം? അതെന്താ, സ്നേഹിക്ക് വാശി കാണിക്കാമെങ്കിൽ പിന്നെ എനിക്ക് കാണിച്ചാല്? അരുൺ, ഒരു കാര്യം മനസ്സിലാക്ക. വിവാഹശേഷം ചിലപ്പോ നമ്മൾ നമ്മുടെ പങ്കാളികളുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് കൂടുതൽ വില കൊടുക്കേണ്ടി വരും. ചിലപ്പോ നമുക്ക് പ്രിയപ്പെട്ട കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടി വരും. ഇതിപ്പോ നിങ്ങളുടെ ജീവിതത്തിൽ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഒരുപാട് ദാമ്പത്യങ്ങളിൽ ഈ പ്രശ്നമുണ്ട്. അവരത് പരിഹരിക്കുകയും ചെയ്യുന്നുണ്ട്. നാളെ സ്നേഹ ഒരാളോട് ഇടപെടുന്നത് അരുൺ ഇഷ്ടാവുന്നില്ല എന്ന് കരുത്, അരുൺ എന്ത് ചെയ്യും? വിലക്കില്ലേ?
അപ്പോ സ്നേഹ അതനുസരിച്ചില്ലെങ്കിൽ ക്ലാഷ് ഉണ്ടാവില്ലേ? ഞാൻ അത്തരം വിലക്കുകൾ പറയുന്നത് മാഡത്തിന് തോന്നുന്നുണ്ടോ? ഞാനൊരു സംശയരോഗിയല്ല. ഫാദർ എന്താ ഒന്നും പറയാത്തത്? ഞാനിപ്പോ ഇതിൽ എന്ത് പറയാനാ? സത്യം പറഞ്ഞ എനിക്ക് എന്റെ ഈ സ്ഥാനത്തിനോട് തന്നെ വെറുപ്പ് തോന്നാം. കൺമുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണേണ്ടവനല്ലേ ഞാൻ. സ്വന്തം വീട്ടിൽ വരുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്നെ എന്തിനു കൊള്ളാം? അരുൺ, ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾക്കൊരിക്കലും ഒന്നിക്കാതിരിക്കാൻ സാധിക്കില്ല. അതല്ല, നീ നിന്റെ വാശിയിൽ തന്നെ ഉറച്ചു നിന്നാൽ നിന്നെ പോലെ ഒരു അനാഥ കുഞ്ഞുകൂടി ജനിക്കും. ആ അവസ്ഥയൊന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം ജന്മത്തെ തന്നെ നീ എത്രത്തോളം പഴി പറഞ്ഞിട്ടുണ്ട്. ആ നീ തന്നെ അതുപോലൊരു ജന്മത്തിന് കാരണമാവുമെന്ന് പറഞ്ഞ് എന്നെ മുട്ടുകുത്തിക്കാൻ ഈ പറഞ്ഞ കാരണങ്ങൾ ധാരാളം മതി. അനാഥത്വത്തിന്റെ വേദന എനിക്ക് നന്നായി അറിയാം. എന്റെ കുഞ്ഞങ്ങനെ ജനിക്കരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഇപ്പൊ ഞാൻ അവൾക്ക് വഴങ്ങിക്കൊടുത്ത കാലാകാലത്തോളമുള്ള എന്റെ അടിമത്വമായിരിക്കും. സ്നേഹയുടെ ആജ്ഞകളിൽ നിന്നും പിന്നീട് ഒരിക്കലും എനിക്ക് മോചനം ഉണ്ടാവില്ല. പറ. കുടുംബ വിഷയങ്ങളെ കുറിച്ച് രണ്ടുപേരും നന്നായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ. പൂർണ്ണമായിട്ടും തോറ്റുകൊടുത്ത ഭർത്താവ് പിന്നീട് എപ്പോഴെങ്കിലും ജീവിതത്തിൽ ജയിച്ച ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ പറ. നീ ഇപ്പൊ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനാണോ ഇറങ്ങിത്തിരിച്ചത്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയത് ഞങ്ങളാരുമല്ല. ഇങ്ങനൊരു കാര്യം സംഭവിച്ചപ്പോ ഞങ്ങളാരും പൊട്ടിത്തെറിക്കാതിരുന്നതും സംസാരിക്കാതിരുന്നതും ഇത് നിങ്ങൾ ഒന്നിപ്പിക്കുമെന്നുള്ളൊരു വിശ്വാസമുള്ളത് കൊണ്ടാ. അരുൺ, ഒരിക്കൽ നിന്നെ ഞാൻ പൂർണ്ണമായി ഒഴിവാക്കിയതാ. നിന്നോട് സംസാരിക്കാതിരിക്കാൻ പോലും ഞാൻ ശ്രമിച്ചതാ. കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയാ എനിക്കത് തന്നെ വീണ്ടും ചെയ്യേണ്ടി വരും. സ്നേഹമുള്ളവരകന്ന് ജീവിക്കാറില്ലേ, അതുപോലെ. പോയിക്കോ മാം. ഇനിയോട് ഒരു ബന്ധവും വേണ്ടാന്ന് വിചാരിച്ചിട്ട് എങ്ങോട്ടെങ്കിലും പോയിക്കോ എന്നും പറഞ്ഞ് ഞാൻ എന്റെ തീരുമാനം മാറ്റുമെന്ന് നിങ്ങൾക്ക് ഒരു തെറ്റിദ്ധാരണയും വേണ്ട. മാമിനോട് എനിക്കുള്ള സൗഹൃദത്തിന് മാന്യത കൽപ്പിക്കാത്ത ഒരുത്തിയും എന്റെ ഒപ്പം ജീവിക്കണ്ട. തെറ്റിദ്ധാരണകളും സംശയങ്ങളും ഒക്കെ ആർക്കും ഉണ്ടാവും. അതിന്റെ പേരിൽ പൊട്ടിത്തെറിച്ചു പോകുന്ന ബന്ധങ്ങളെ കുറിച്ചൊന്നും ഒരാളും ചിന്തിക്കില്ല. ഒരാളും. ഫാദർ, അവനെ പറഞ്ഞ് തിരുത്തണം. അവരൊന്നിച്ചൊരു ജീവിതം ഉണ്ടായേ പറ്റൂ. അതിനാരും ഒരു തടസ്സമാവാൻ പാടില്ല. സംഭവിച്ച കാര്യത്തിൽ എനിക്ക് വല്ലാത്ത നിരാശയുണ്ട്. പക്ഷെ ഞാൻ കരയാൻ പോലും പാടില്ല. അതവന്റെ മനസ്സിലെ തീരുമാനം കൂടുതൽ ഉറപ്പിക്കും. ഞാൻ ഇറങ്ങാം ഫാദർ. അച്ഛൻ വന്നിട്ട് ഏതുകുട്ടനോട് മിണ്ടിയോ? എല്ലാ തവണയും വിദേശത്ത് പോയി വരുമ്പോ ഏതുകുട്ടൻ എന്തെങ്കിലും ഗിഫ്റ്റ് കൊണ്ടുവരാറുള്ളതല്ലേ? കൊണ്ടുവന്നിട്ടുണ്ടാവും. എനിക്ക് കൊണ്ടുവരില്ല. അച്ഛൻ എന്നെ ഇഷ്ടമല്ലല്ലോ. ചേച്ചിക്ക് കൊണ്ടുവന്നിട്ടുണ്ടാവും. ഏയ്, അങ്ങനെയൊന്നുമില്ല. കുറച്ച് കഴിയുമ്പോ നോക്കിക്കോ, മോനുള്ള ഗിഫ്റ്റ് കൊണ്ടുവന്ന് തരും. ആഹാ, അമ്മ വന്നല്ലോ. എന്താ അമ്മേ, അരുണങ്ങളുടെ കല്യാണം തീരുമാനിച്ചോ? ഇല്ല മോനെ, ഡേറ്റ് ഒന്നും തീരുമാനിച്ചില്ല. അതെന്താ? കല്യാണത്തിന്റെ ഒക്കെ കാര്യങ്ങളാവുമ്പോ അതിനൊക്കെ കുറെ ചടങ്ങുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കും. മുമ്പ് ഇരുന്ന് പഠിച്ചു. ആഹാ, എത്തിയോ? അങ്ങനെ ഒരു കല്യാണം ആരും സ്വപ്നം കാണണ്ട, അല്ലേ മൈഥിലി? അല്ല, യഥാർത്ഥത്തിൽ വിവാഹത്തിന് എന്താ തടസ്സം? അല്ല, ചടങ്ങിന് പോയത് താനല്ലേ, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എല്ലാം അറിഞ്ഞിട്ടുണ്ട്, പക്ഷെ ഞാൻ തന്നെ പറയണം, അല്ലേ? ഇന്ന് അനാമിക എന്നെ കുറെ വെല്ലുവിളിച്ചു. അതൊരു പതിവ് സംഭവമാണല്ലോ. ഡോക്ടർ മൈഥിലിയുടെ ഫൈറ്റർ അല്ലേ അനാമിക? വെല്ലുവിളിയുടെ മുഖ്യ അജണ്ട അരുണിന്റെയും സ്നേഹയുടെ വിവാഹമായിരുന്നു. അത് കഴിഞ്ഞാൽ സാരംഗന്റെ വാദങ്ങളുടെ മുന എന്നേക്കുമായിട്ട് ഒടിയുന്നു. കേട്ടപ്പോ എനിക്കും തോന്നി
അത് സത്യമാവുമെന്ന്. ആ മോളെ, കല്യാണം മുടങ്ങിയത് എങ്ങനെയാണെന്ന് അറിയണം മോൾക്ക്. സാരംഗ് പ്ലീസ്. എടോ, ഇപ്പൊ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ഇടയിൽ രഹസ്യങ്ങളൊന്നുമില്ല. എല്ലാം എല്ലാവർക്കും അറിയാം. അപ്പൊ പിന്നെ ഇതുകൂടെ അറിഞ്ഞിരുന്നോട്ടെ. വിവാഹം കഴിക്കണമെങ്കിൽ ഡോക്ടർ മൈഥിലിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്നാ സ്നേഹ പറഞ്ഞത്. അത് പറ്റില്ല എന്ന് അരുണും. സ്നേഹയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് ന്യായമായ കാര്യമാണ്. എന്നാൽ മറ്റു ചിലരുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അത് വ്യത്യസ്തമാണല്ലോ. മതി സാരംഗ്. അരുൺ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്ന് തിരിച്ചറിയണമെങ്കിൽ അല്പം വിവേകം വേണം, മനുഷ്യത്വം വേണം. തൽക്കാലം അത് സാരംഗിന് ഇല്ലാത്തതുകൊണ്ട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഒരു അനാശാസ്യത്തിന് എത്ര നല്ല പേരിട്ട് വിളിച്ചാലും അത് നിലനിൽക്കില്ല. അനാശാസ്യം എന്ന വാക്ക് നമ്മുടെ മക്കൾക്ക് വ്യക്തമായി അറിയൂന്ന് എനിക്കറിയില്ല. എന്നാലും അച്ഛന്റെ ഡ്യൂട്ടി എടുക്കല്ലേ, അതിന്റെ അർത്ഥം കൂടി ശരിയായി ഒന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇക്കാര്യവും പറഞ്ഞ് എന്നെ വെല്ലുവിളിക്കാൻ ഇറങ്ങുവാണെങ്കിൽ എത്ര നാണം കെട്ടവനാണെന്ന് സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇനി മിണ്ടരുത്. കൊട്ടിഘോഷിക്കാനുള്ളത് ആവശ്യത്തിന് കിട്ടിയിട്ടുണ്ടല്ലോ. എവിടെയൊക്കെയാണ് അത് ഉപയോഗിക്കാനുള്ളതെന്ന് വെച്ചാ അവിടെയൊക്കെ ഉപയോഗിക്ക. പബ്ലിക്കിന്റെ മുമ്പിൽ ഭാര്യയെ നാണം കെട്ടവളാക്കണം, അവളുടെ സകല ഇമേജും നഷ്ടപ്പെടുത്തണം. അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവ്. ഇത്തരം ക്വാളിറ്റീസ് ആദ്യമേ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് അബദ്ധം പറ്റില്ലായിരുന്നു. അബദ്ധം പറ്റിയത് എനിക്കാ. ഒരു ഗുണമില്ലാത്ത ഒന്നിനെ തലയിലെടുത്ത് വെച്ചിട്ട്. നമ്മളിപ്പോ മനസ്സുകൊണ്ട് സെപ്പറേറ്റഡ്. അപ്പോ എന്റെ അഭിമാനത്തെക്കുറിച്ച് കൂടുതൽ വേവലാതിപ്പെടേണ്ട ആവശ്യമില്ല. പറയാതെ വയ്യ സാരംഗ്. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങൾ എന്റെ മുമ്പിൽ ചെറുതായി കൊണ്ടിരിക്കുക. അത് മഹത്വമാണെന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് സഹതപിക്കാനേ പറ്റുള്ളൂ. അച്ഛനെന്തിനാ സംസാരം നിർത്തിയ? അമ്മ ഇത്രയൊക്കെ പറഞ്ഞല്ലേ, തിരിച്ചു പറയണ്ടേ? പറഞ്ഞിട്ടെന്താ, ഒരു വാചകത്തിന് പകരം മറ്റൊന്ന്. കോട്ടമോളെ, കൺമുന്നിലെ കാഴ്ചയാണ് വലുത്, വാക്കുകളല്ല. മുൻപൊക്കെ ഹോസ്പിറ്റലിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ എങ്ങനെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നാ ചിന്തിക്കുക. അവിടെ ചെന്ന സാരംഗിന്റെയും മക്കളുടെയൊക്കെ കളിയും ചിരിയും കാണുമ്പോൾ ആ ടെൻഷൻ പോയ വഴി അറിയില്ല. ഇപ്പൊ നേരെ തിരിച്ച. വീട്ടിലേക്ക് ചെല്ലുന്നത് തന്നെ ഇന്ന് എന്ത് ടെൻഷനാണ് കാത്തിരിക്കുന്നതെന്ന് പേടിച്ചിട്ടാ. ഒന്നോർക്കുമ്പോ രസമാണ് അനാമിക. ഞാനിപ്പോ പലരുടെയും ജീവിതത്തിലെ വില്ലത്തിയ. സാരംഗിന്റെ, യാമിമോളുടെ, സ്നേഹയുടെ. ഇനിയിപ്പോ സ്നേഹ അരുണും തമ്മിലുള്ള വിവാഹം നടന്നില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? സ്നേഹയുടെ വയറ്റിലെ കുഞ്ഞിന്റെ ശാപം വരെ എന്റെ തലയിലാവും. അങ്ങനെ ശപിക്കുന്നവരങ്ങ് ശപിച്ചു പോവേ ഉള്ളൂ. എന്തേത് വെള്ളരിക്ക പട്ടണോ? അല്ല, കുറെയൊക്കെ തന്നെയും പറയണം. എല്ലാവരുടെയും കാര്യം ചുമ്മാ അങ്ങ് തലയെ കയറ്റി വെക്കും. അരുണിന്റെ കാര്യം കുറച്ചൊക്കെ അരുൺ തീരുമാനിക്കട്ടെ. അവൻ എത്രമാത്രം സിൻസിയർ ആണെന്ന് തനിക്കറിയില്ലേ? ആടോ. അല്ല, അരുണും സ്നേഹം തമ്മിലുള്ള ഇഷ്യൂ പരിഹരിക്കാൻ അതിന്റെ നടുവിൽ ചെന്ന് നിൽക്കാൻ പറ്റുമോ തനിക്ക്? ഇല്ലല്ലോ. അപ്പൊ പിന്നെ ചെയ്യാവുന്നത് എന്താ? കാലം മുറിവുകൾ ഉണക്കട്ടെ എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ അവര് പരസ്പരം പൊറുക്കട്ടെ എന്ന് വിചാരിക്കുക. അത്രയല്ലേ ഉള്ളൂ. സ്നേഹ ഇനി ആർക്കും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുക? അങ്ങനെ ആരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ലല്ലോ. ഈ പ്രത്യേക സിറ്റുവേഷനിൽ അരുണിനെ വിശ്വസിക്കാത്ത ഒരാള് സത്യം പറഞ്ഞ അരുണിന്റെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കുന്നതാ നല്ലത്. താൻ എന്തായി പറയുന്നേ? അതെ, നമുക്ക് ആ മാറ്റർ വിടാം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ? അരുണിന്റെ കാര്യത്തില് തനിക്കൊരു ഓവർ സെന്റിമെന്റ്സ് ഉണ്ട്. ഞാൻ എന്തെങ്കിലും കട്ടായം പറഞ്ഞു കഴിഞ്ഞാൽ തനിക്കത് വേദനിക്കും. ഹായ് മൈഥിലി, ഞാൻ കൂടി ഇരിക്കട്ടെ? പ്ലീസ്. താങ്ക് യു. നിങ്ങൾ കൃത്യമായിട്ട് മൈഥിലിയുടെ പുറകെ ഉണ്ടല്ലോ. അതൊക്കെ ഒരു കോയിൻസിഡൻസ് അല്ലേ? പണ്ടാരോ പറഞ്ഞിട്ടില്ലേ, ചില മുൻജന്മ ബന്ധമുള്ളവര് കൂടെ കൂടെ കാണുമെന്ന്. സോറി, ഞാൻ പണ്ടുകാലത്തില്ലായിരുന്നു, അതുകൊണ്ട് ഇതൊന്നും കേട്ടിട്ടുമില്ല. അനാമിക അല്പം ചൂടിലാണല്ലോ. ആയാലെന്താ കുഴപ്പം?
എനിക്ക് ഈ നിയന്ത്രണം വിട്ട് കുതിര പോലെ പായുന്ന പെണ്ണുങ്ങളോടെ ഒട്ടും റെസ്പെക്റ്റ് ഇല്ല. അനാമിക, നിങ്ങളെക്കുറിച്ച് അത്യാവശ്യം ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട്. എന്തിന്? എനിക്ക് വേണ്ടപ്പെട്ട ഒരു കുടുംബത്തിന് മേൽ ഒരു നിഴല് വീണു തുടങ്ങുമ്പോ അതിന്റെ കാരണം ഞാൻ തിരക്കുമല്ലോ, അതിന്. അനാമിക തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എനിക്കൊരു തെറ്റിദ്ധാരണയുമില്ല. അധികം വൈകാതെ സാരംഗിന്റെ കുടുംബത്തിന്റെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് നിങ്ങൾ മാറും. സംശയമുണ്ടോ? അനാമിക, ഞാൻ സാരംഗിന്റെ പാർട്ണറാണ്. സോ സാരംഗിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്നവര് എന്റെയും ജോലിക്കാരാണ്. എന്റെയും ശമ്പളം പറ്റുന്ന ജോലിക്കാര്. അതില് അനാമികയുടെ ഭർത്താവും ഉണ്ട്, രഞ്ജിത്ത്. രഞ്ജിത്ത് വാങ്ങിക്കുന്ന ശമ്പളത്തിന് രഞ്ജിത്ത് ജോലി ചെയ്തോളും. എനിക്കതിന് താല്പര്യമില്ല. പിന്നെ ഈ പറഞ്ഞുകൊണ്ടുവന്നത് ഒരു ഭീഷണിയാണെങ്കിൽ അതിന് ഞാൻ വലിയ വിലയും കൽപ്പിക്കുന്നില്ല. ഓക്കെ, എനിക്കൊരു ചെറിയ ദോഷമുണ്ട്. എനിക്ക് നേരെ ഒരാൾ ഒരു കല്ല് വലിച്ചെറിഞ്ഞാ ഞാനതെടുത്ത് സൂക്ഷിച്ചു വെക്കും. കൗതുകത്തിനല്ല, അവസരം വരുമ്പോ മർമ്മം നോക്കി തിരിച്ചറിയാൻ. ഞാനും അനാമികയും തമ്മിലുള്ള ഈ മീറ്റിംഗ് അതുപോലെ ഞാൻ എടുത്തു വെക്കും. അത് ഏത് രീതിയിൽ അനാമികയ്ക്ക് തിരിച്ചുകൊള്ളുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് ഈ ജ്യൂസ് ഒന്ന് കുടിക്കണമായിരുന്നു. മാറിത്തരണമെന്ന് പറയാൻ മടിയായതുകൊണ്ടാ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ, ഐ എം ലീവിംഗ്. ഓക്കെ മൈഥിലി. നീ എന്തേ കാണിച്ചത്? പിന്നല്ലാതെ ഇതൊക്കെ സഹിക്കുന്നതിനൊരു അതിരില്ലേ? ഇനി ഇതിനും തുടങ്ങും സാരംഗ്. എന്നോട് ചോദിക്കട്ടെ, സാരംഗിനോട് പറയാനുള്ളതെല്ലാം ഞാൻ പറഞ്ഞോളാം.